3 ദിവസം നീണ്ടു നിൽക്കുന്ന KSRTC ട്രാൻസ്പോ 2025 തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമായി. മന്ത്രി KN ബാലഗോപാൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ആനവണ്ടി കേരളത്തിന്റെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് ഈ വാഹനമാണ്. നമ്മുടെ പൊതു ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ സ്വകാര്യ മേഖലയുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റവും നന്നാവില്ല. ട്രാൻസ്പോർട്ട് ഗതാഗതത്തിന് പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് തന്നെയാണ് സർക്കാർ ആലോചിച്ചത്. കഴിഞ്ഞ 2 ബഡ്ജറ്റുകളിൽ സ്വകാര്യ പ്രൈവറ്റ് ബസ്സുകാർ ആവശ്യപ്പെടാത്ത ഒരു ആനുകൂല്യം ഞങ്ങൾ കൊടുക്കേണ്ടായി ചർച്ച ചെയ്തിട്ട്. അത് 10% അവരുടെ റോഡ് ടാക്സ് 2 തവണയും ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടാണ് അവർ അറിയുന്നത്. 2 തവണയും 10% വീതം റോഡ് ടാക്സ് കുറച്ചു എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിന് ഒരു 5000 രൂപയൊക്കെ മാസം വ്യത്യാസം വരുന്ന തരത്തിലേക്ക് ടാക്സ് കുറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് സ്വകാര്യ ബസ് നടത്തുന്നവർക്കും യാത്രക്കാർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ മേഖലയിലും ഒക്കെ വലിയ നഷ്ടമുണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ വേണ്ടത്ര അവർക്ക് വരുമാനമില്ല. അടിപൊളി വണ്ടികൾ വരും, അത് സൂക്ഷിച്ച് കൊണ്ടു കിടക്കണം, എല്ലാവരെയും കയറ്റിക്കോണം. ഈ ഒരു മേള കഴിയുമ്പോൾ KSRTCയിലേക്ക് പുതിയ യാത്രക്കാർ വരും. അവരെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്ത് അവരെ കൃത്യസമയത്ത് സ്ഥലങ്ങളിലെത്തി സുരക്ഷിതമായി എത്തിച്ചുകൊണ്ട് KSRTC ഉയരണം. ഇന്നലെ മോഹൻലാൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു നാടിൽ വളരുന്നു എന്നതിന്റെ തെളിവാണ് ആ നാട്ടിലെ പൊതുഗതാഗതത്തിന്റെ വളർച്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത്.